iOS 18 മുതൽ ഐഫോണിലുള്ള ആപ്ലിക്കേഷന് ഹൈഡ് ചെയ്യാനും ലോക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്കിപ്പം വാട്സപ്പ് ഇപ്പോൾ ലോക്ക് ചെയ്യണമെന്നുള്ള രീതിയിലാണെങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. റിക്കർ ഫേസ് ഐ ഡി എന്നുള്ള ഓപ്ഷൻ കാണാണ്ട് വരും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് റിക്കർ ഫേസ് ഐ ഡി കൊടുത്താണെങ്കിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഫേസ് ഐ ഡി ചോദിക്കുന്നതായിരിക്കും. മാപ്സ് അല്ലെങ്കിൽ കാൽക്കുലേറ്റർ അല്ലെങ്കിൽ അലാറം പോലുള്ള കാര്യങ്ങളിലൊന്നും വർക്ക് ചെയ്യത്തില്ല. പക്ഷേ ഫോട്ടോസ് ആപ്പിലൊക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ അത് ഡിസേബിൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡോൺ റിക്കർ ഫേസ് ഐ ഡി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഡിസേബിളും കൂടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല, അതായത് റിക്കേർഡ് ഫേസ് ഐ ഡി എന്നുള്ള ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഫേസ് ഐ ഡി സെറ്റ് ചെയ്തിട്ടുണ്ടാകില്ല. അതിന് വേണ്ടിയിട്ട് സെറ്റിംഗ്സിലേക്ക് പോകുക. ഫേസ് ഐ ഡി ആൻഡ് പാസ്കോഡിൽ പോയിട്ട് നിങ്ങൾ ഫേസ് ഐ ഡി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫേസ് ഐ ഡി സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ റിക്കേർഡ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് വരിക. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ പാസ്കോഡ് എൻ്റർ ചെയ്തിട്ട് മാത്രമേ ആപ്ലിക്കേഷന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റൂ. നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ആപ്പ് ലോക്ക് തന്നെയാണ് iOS 18 അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷന് ഹൈഡ് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഹൈഡ് ചെയ്യണം. ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം റിക്കർ ഫേസ് ഐ ഡിയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് റിക്കർ ഫേസ് ഐ ഡി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്തത് ഹൈഡ് ആൻഡ് റിക്കേർഡ് ഫേസ് ഐ ഡി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഹൈഡ് ആൻഡ് റിക്കേർഡ് ഫേസ് ഐ ഡി കൊടുത്താണെങ്കിൽ ഹൈഡ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് അതിൽ ഹൈഡ് സെലക്ട് ചെയ്താണെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷന് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റത്തില്ല. സെർച്ച് ചെയ്താണെങ്കിലും ആ ഒരു ആപ്ലിക്കേഷന് അവൈലബിൾ അല്ല. ഇനിയിപ്പോൾ ഹൈഡ് ചെയ്ത ആപ്ലിക്കേഷൻസ് കാണണമെങ്കിൽ ആപ്പ് ലൈബ്രറിയിൽ പോയിട്ട് താഴോട്ട് പോയതാണെങ്കിൽ ഇവിടെ ഹിഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഐ ഡി കാണിച്ചാണെങ്കിൽ ഏതൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ടോ ആ ഒരു ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഇവിടെ വിസിബിൾ ആകുന്നതായിരിക്കും. ഈ ഒരു ഫീച്ചർ iOS 18 മുതലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ iOS 18 ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഐഫോൺ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ.